കൊളംബിയൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് പ്രചാരണ പരിപാടിക്കിടെ വെടിയേറ്റു. മീഗൽ യുർബേക്കാണ് വെടിയേറ്റത്. 3 തവണ വെടിയുതിർത്തതായും 2 തവണ തലയ്ക്ക് വെടിയേറ്റതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബൊഗോട്ടയിലെ ഫോണ്ടിബോണിയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഐസൺ ജോസ് ഉണ്ട്. ഐസൺ, എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? രാഖി, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു പൊതുവേദിയിൽ, അതായത് ഒരു ചെറിയ കവലകളിലൊക്കെ നടക്കുന്ന ഒരു പൊതുവേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് വെടിയേറ്റത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സൂചനകളനുസരിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വെടി ഉതിർത്തയാൾ 15-കാരനാണ്. അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും, ആ കുട്ടിയുടെ കയ്യിൽ നിന്നും ഒരു പിസ്റ്റളും കൂടി പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് 2 തവണ വെടിയേറ്റു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗുരുതരമായ പരിക്കുണ്ട്. അടിയന്തര ചികിത്സയ്ക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. ചികിത്സയുടെ വിശദാംശങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. ഏത് രീതിയിലുള്ള ആരോഗ്യസ്ഥിതിയാണെന്ന് മനസ്സിലായിട്ടില്ല, എത്തിയിട്ടില്ല, വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അപകടകരമായ സ്ഥിതിയിലല്ല എന്ന സൂചനകളെല്ലാം തന്നെ വരുന്നുണ്ട്. ഡെമോക്രാറ്റിക് സെൻറ്ററിൻ്റെ നേതാവ് കൂടിയായ അദ്ദേഹം അടുത്ത വർഷം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാന സ്ഥാനാർത്ഥി കൂടിയാണ്. മാത്രമല്ല കൊളംബിയയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷി കൂടിയാണ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നുള്ളത്. ഡെമോക്രാറ്റിക് സെൻറ്റർ എന്ന് പറയുന്ന പാർട്ടി അതൊരു വലതുപക്ഷ സ്വഭാവമുള്ളൊരു പാർട്ടി തന്നെയാണ്. ആ വലതുപക്ഷ സ്വഭാവമുള്ള പാർട്ടി ശക്തമായൊരു പ്രതിപക്ഷമായി കൊളംബിയയിൽ നിലനിൽക്കുന്നുണ്ട്. കൊളംബിയയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് കൂടിയാണ് ഇദ്ദേഹം. മാത്രമല്ല പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിന് മത്സരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. തുടർ വിവരങ്ങളെല്ലാം തന്നെ, കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ചപ്പോൾ ലഭ്യമായിട്ടില്ല. വെടിയേറ്റു എന്ന വിവരങ്ങൾ കൃത്യമായി വരുന്നുണ്ട്. അദ്ദേഹത്തിനെ ചികിത്സയ്ക്ക് വിധേയനാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരങ്ങളും വരുന്നുണ്ട്. ഇതിന് പിന്നിലെ ഗൂഢാലോചനകൾ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ കുട്ടിയെ ഉപയോഗിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം നടത്തുന്നതിന് ഏതെങ്കിലും ഗൂഢശക്തികൾ പിന്നിലുണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നൊരു നിലപാടിലാണ് അവിടെ സർക്കാർ ഉള്ളത്. എങ്കിൽ കൂടി വലിയ പ്രതിഷേധങ്ങൾ സ്ഥാനാർത്ഥിക്ക് പ്രചാരണ പരിപാടിക്കിടെ വെടിയേറ്റു. മീഗൽ യുർബേക്കാണ് വെടിയേറ്റത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്.